2 വീണ അടിയാണേ. ശക്തിമാൻ ശക്തി ശക്തി ഇന്നാടുണ്ടോ? ഞാൻ ശബരിമലയിൽ കൊണ്ടുവന്നതാണ്. ഹായ്, ഞാൻ പറഞ്ഞ കൊമ്പന്മാല നീ കൊണ്ടുവന്നല്ലോ. കൊള്ളാൻ പോടാ. മണിക്കുട്ടൻ നിനക്ക് ഒരു കൊമ്പന്മാല വെച്ചിട്ടുണ്ട്. എടീ, ഇത് കൊമ്പന്മാലല്ല, സത്യത്തിൽ പുലിപ്പല്ലാണിത്. കൊള്ളാൻ പോടാ. ചക്കയെ നീ തോനെ പൊലിയൊക്കെ കൊണ്ടുവന്നാടി. എന്നാ എന്തേലും ഉണ്ട്. ചക്കി നാളെ സ്കൂളിൽ കൊണ്ടുവരണേ. എടാ, നാളെ ഞാൻ സ്കൂളിൽ അരവണ കൊണ്ടുവരുമ്പോ നമുക്ക് 3 പേർക്ക് മാത്രം ഒളിച്ചു വെച്ച് തിന്നാം, വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടാ. അമ്മക്ക് ശക്തിമാൻ കളിക്കാം. ഞാനാണേ ശക്തിമാൻ. ആ പെണ്ണുങ്ങളല്ല ശക്തിമാൻ, ഞാനല്ലേ വരും. നിങ്ങൾ ഓടിക്കോ. ശക്തിമാൻ ശക്തിമാൻ. എടാ മണിക്കൂട്ടാ, ഞാൻ താടില്ല മരത്തിന്റെ മണ്ടയിൽ കയറിയിട്ട് ഇപ്പൊ ചാടുമെന്ന് പറഞ്ഞ നമുക്ക് ശക്തിമാനെ വിളിച്ചു വരുത്തിയാലേ. എന്നാ ഞാൻ കയറാം. വേണ്ട, നീ അല്ലേ ശക്തിമാനായത്, അപ്പൊ ഞാൻ കയറാം. എന്നാ കയറാം. ശക്തിമാൻ എന്നെ രക്ഷിക്കൂ. ശക്തിമാൻ, ഞാൻ ഇപ്പൊ ഈ മരത്തിന്റെ മണ്ടയിലെടുത്ത് ചാടും. എന്നെ രക്ഷിക്കൂ ശക്തിമാൻ, ഞാൻ ഇപ്പൊ ചാടും. ശക്തിമാൻ, ഡുണ്ടുവിനെ എന്നെ രക്ഷിക്കൂ. ശക്തിമാൻ, ഡുണ്ടു നീ ചാടിക്കോ. ശക്തിമാൻ ഇപ്പൊ വരും. എന്നെ രക്ഷിക്കൂ ശക്തിമാൻ. ശക്തിമാൻ വന്നില്ലടാ. എന്റെ കൈ ഓടിച്ചേ. അയ്യോ, എനിക്ക് ഭയങ്കര വേദന. അയ്യോ, നീ പോയി ഡുണ്ടുന്റെ അമ്മേനെ വിളിച്ചിട്ടോ. എന്റെ കൈ ഓടിച്ചേ. എടാ ഉണ്ടോ, നിന്നെ ശക്തിമാൻ രക്ഷിക്കാത്തതിന് നിന്റെ അമ്മ തോന അടിച്ചായിരുന്നാ? ഓ, ആശുപത്രി കൊണ്ടുപോണവരെ അടിച്ച്, പിന്നെ ഈ ഉറ ഇട്ടപ്പോ ചിറിയിലൊരു കുത്തുകൂടെ തന്നിട്ട് പറഞ്ഞു ഇനി മേലെ ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞു. ഇതേ എന്താണെന്നറിയാമോ നമ്മൾ വിളിച്ച് ശക്തിമാൻ വരാത്തത്? ശക്തിമാൻ അപ്പൊ ബോംബെയിലെ ഏതെങ്കിലും പിള്ളേരെ രക്ഷിക്കാൻ പോയായിരിക്കും. ഇനി നീ ചാടുമ്പോ ശക്തിമാൻ ഉറപ്പായിട്ടും നിന്നെ രക്ഷിക്കും. ഇനി ഞാൻ ചാടൂല, ഇനി മണിക്കൂട്ടൻ ചാടിയാ മതി. ഞാൻ ശക്തിമാൻ ആവാം. എടാണ്ടോ, നീ ഇറങ്ങിയ സ്കൂൾ ഉറങ്ങണ ദിവസമായിട്ട് താമസിച്ച് വരോളാ എന്തോ. എടാണ്ടു ചക്കി കൊള്ളാൻ പോടി. എടാണ്ടു, നിനക്ക് എവിടെ എന്റെ പാന്റ് കിട്ടിയത്? എടി, അത് സ്കൂൾ ഇറക്കുമ്പോ എല്ലാരും പുതിയ പാന്റൊക്കെ അല്ലേ ഇടണം. ഞാൻ അതുകൊണ്ട് എന്റെ അപ്പച്ചിയുടെ മോന്റെ മേടിച്ച പാന്റാണ്. ഇതിന്റെ പേരാണ് ബെൽബോട്ടെ. എനിക്ക് ഇട്ടിട്ട് കൊള്ളാൻ പോടി. ഈ പാന്റിട്ടപ്പോ നീ അങ്ങ് വലിയതായി. എന്റെ പുതിയ ഉറപ്പാണ്. സ്കൂൾ തുറക്കണോണ്ടേ ഇന്നലെ വാങ്ങിച്ചത്. ഈ മാലയെ പുതിയതാണ്. ഓ, എല്ലാം കൊള്ളാം. നീ ഇങ്ങോട്ട് വാ. ഇന്ന് ബെല്ലടിക്കുന്നുമ്പോ നമുക്ക് ക്ലാസ്സിൽ കയറണം. അയ്യോ ചക്കി, മഴ പെയ്യുമെന്ന് തോന്നുന്നു. നിന്റെ കുട ഉണ്ടാടി? ഒരേ കൊട ഉണ്ടായിരുന്നു, അത് അച്ഛൻ കൊണ്ടുപോയി. നമ്മളെ വീട്ടിലെ കൊടയാണെങ്കിൽ ഓടിഞ്ഞത്, അത് കൊണ്ടുവരാക്കൂല. നീ വാ, നമുക്ക് ഓടി പോവാം. ഇടി ചക്കി, ഇപ്പൊ മഴ പെയ്യും. അയ്യോ, ചക്കി, അയ്യോ എന്റെ പാന്റ് നനയുമല്ലേ. ചക്കി, അയ്യോ സ്കൂള് തുറക്കണ ദിവസമായിട്ട് 2 കൂടെ നനഞ്ഞോണ്ട് വന്നാ ഒരു കൊട എടുത്തുവിടായിരുന്നാ? കൊട എടുക്കാൻ മറന്നു സാറേ. ഓ, വേഗം ക്ലാസ്സിൽ കയറി. അങ്ങോട്ട് നിന്ന് ഉടുപ്പൊക്കെ പിഴിഞ്ഞ് തലയൊക്കെ തൊടെ. എനിക്ക് പുതിയ ബാഗ് മേടിച്ചെടുത്തേക്ക്. എന്റെ പാന്റ് കണ്ട ബെൽബോട്ടനാണ്. എന്തേടി ചക്കി നീ എഴുതണത്? അടുത്ത പീരീഡ് മലയാളം ദാസപ്പ സാറ് പറഞ്ഞ് വരണേന് മുമ്പേ എഴുതിയിരുന്നു. എന്നാ നീ വേഗം എഴുത്. എന്റെ കൈ പൊള്ളി. എന്താണ് അത്? അതേ, ഇങ്ങോട്ട് വന്നപ്പോ കിട്ടിയ റബ്ബറും കുരു. ആണ്ടെ, ചൂടുണ്ടാ? സിമന്റിൽ ഒഴിച്ചാലേ പെട്ടെന്ന് ചൂടാവും. പൊള്ളിപ്പോയി. എനിക്ക് കരിഞ്ഞാൻ നോക്കിയാണ്ടി. പൊള്ളിയില്ല, ഭാഗ്യം. നമ്മക്കേ ഇതൊരു പറൂന്ന് പുറത്ത് വെച്ചു കൊടുത്താലേ. നമുക്കാണെങ്കിൽ നമുക്ക് നല്ലോണം ചൂടാക്കണം. നമുക്ക് 1 മാർക്ക് പോയതിന്റെ സങ്കടം. നമ്മളിവിടെ 0 മാർക്ക് മേടിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളൊന്നും പഠിച്ചില്ല. എന്നുവെച്ചാ ആ ദാസാപ്പ സാറിനാണെങ്കിൽ എല്ലാത്തിനും ഇനി വരച്ചാൽ കത്തിപ്പോവും. അവളെ കൊണ്ടുപോയി. ഞാൻ ഒന്നും പഠിച്ചില്ല. അയ്യോ, എന്റെ കൈ പൊള്ളി. നീ എന്നെ ചട്ടി അപ്പൊ നീയാണ് എന്നെ അടിച്ചത്. ഞാൻ
പാറുവിനെ അടിക്കണേ? നിങ്ങളല്ലേ ചൂട് വെച്ച പാറുവിനെ? ദാസപ്പ സാർ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. സാർ വരട്ടെ. സാർ നീ എന്തിനാ എന്നെ അടിക്കണേ? നീ എന്തിനാ ചക്കിനെ അടിച്ച്? നീ ചക്കിനെ അടിക്കണേ? ചക്കിയ ദാസപ്പ സാർ ആ എടി ചക്കി, നീയല്ലേ ഇന്നലെ പറഞ്ഞ ഉച്ചക്ക് കഞ്ഞി പിടിക്കാൻ അച്ചാറുണ്ട് തരാന്ന്. നമുക്ക് കടയിൽ കയറി അച്ചാർ വാങ്ങിക്കാം. ഞാൻ പൈസയൊക്കെ കൊണ്ടുവന്നു. അയ്യോ, നിന്റെ അമ്മ പൈസയൊക്കെ തരൂ? ഓ, എന്റെ അമ്മ ആവശ്യം പോലെ തരും. എനിക്ക് കഞ്ഞി കുടിക്കാൻ അച്ചാർ വേണം. അതിന് 1 രൂപ തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേക്കാണ് ചാടും. ആ നീ അത്രക്കായ ചാടി കിണറ്റില്. ഞാൻ 10 വരെ നീ ചാടിയില്ലെങ്കിൽ ഇന്ന് നോക്കാം നിന്നെ ഞാൻ വലിച്ചെടുത്ത് കിണറ്റിനകത്ത് പാടി. ഇവിടെ പാടി നിനക്ക് ചാടിനേടി. നീ അഴുക്ക വർത്താനം പറഞ്ഞ ചട്ടവും മെഴുകിന്റെ ചന്തി ചെയ്യാൻ വെച്ചേരും. നീ പച്ച കഞ്ഞി കുടിച്ചാ ചേരി. നീ പോയാ നമുക്ക് 2 പേരും കൂടി അച്ചാർ. ഓ, 2 അച്ചാർ നിനക്ക് വാങ്ങി എനിക്ക് നാരങ്ങ. വൈകിട്ട് നീ നിന്റെ അച്ഛനെ അമ്മനെ എല്ലാരെയും വിളിച്ച് എന്റെ വീട്ടിലോട്ടെത്തി വരണേ. ചക്കി ബെല്ലടിച്ചിട്ട് കൊറേ നേരം ആയില്ലേ? ലാസ്റ്റ് പീരീഡ് ദാസപ്പ സാറല്ലേ? സാർ ഇതുവരെ വന്നില്ലല്ലോ. ദൈവേ, ദാസപ്പ സാറ് കയറായിരുന്നെങ്കിൽ നമുക്ക് കളിക്കായിരുന്നല്ലേ. ഓ, നീ വേണ കളി. ക്ലാസ്സിൽ വെളിയിറങ്ങി കിടക്കണ എല്ലാരും ബുക്ക് എടു. സാറേ ബെല്ലടിക്കാനായി. ഇനി ബുക്ക് എടുക്കണോ സാറേ? ആ, ഇന്ന് ആരും ബഹളം വയ്ക്കാതിരിക്കണം. നാളെ പഠിക്കാം. എന്നാലേ സാറേ പാറു നല്ലോണം പാട്ട് പാടും. പാറു പാടട്ടാ, നമ്മളും പാട്ട് പാടാ. എന്നാ പാറു ഒരു പാട്ട് പാട്. നിങ്ങൾ മിണ്ടാതിരിക്കണം. രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ, രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ, തങ്കനൂൽ നെയ്യും ഈ വേളയിൽ കുങ്കുമം പെയ്യും ഈ സന്ധ്യയിൽ, രാഗിബന്ധനങ്ങളിൽ അമ്മക്ക് പാടിയാലോ? അമ്മക്ക് മറ്റേ ഉന്നം മറന്ന ആ പാട്ട് പാടാം. നീലാംബരി കാറ്റേ രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ, ചൽ ചലേ 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 ചൽ ചലേ 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 ചലേ. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിങ്കിനാക്കളല്ല, ഒന്നിച്ചെടുത്ത കടലിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ, വെറുതെ കോലം തുള്ളും മനസ്സേ പാവം തീയും, വഴിയിൽ ചേകയുണരും വാരി പിറയും പക്ഷി പറയും ഭൂമി ഒന്നം മറന്ന് തെന്നിപ്പറന്നുണ്ട്. അയ്യോ, പാടിക്കഴിഞ്ഞില്ല സാറ്. നിങ്ങൾക്ക് ഇനി അടുത്ത വെള്ളിയാഴ്ച ബാക്കി പാടാം. ബഹളം വെക്കാതെ എല്ലാരും വരിയായിട്ട് വീട്ടിൽ പോയി. എടി ചക്കി, നീ ഓണത്തിന് എവിടെയൊക്കെ പോയി? ഞാൻ എവിടെയും പോയില്ല. നീയല്ലേ പറഞ്ഞ ഓണത്തിന് നീ വീഗാലാൻഡിൽ പോവോന്ന്? അതെ, എന്റെ അച്ഛന്റെ കയ്യില് നമുക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്ത് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേ പൈസ തീർന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു അടുത്ത വർഷം ഓണത്തിന് നമുക്ക് വീഗാലാൻഡിൽ പോവാന്ന്. നീ എവിടെയൊക്കെ പോയടാ ഡുണ്ടു? എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോവും. തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് എന്റെ അച്ഛന്റെ ബോധം പോയാണ്. ഇതുവരെ ബോധമൊന്നും വന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പുറത്തെ മുള്ളുകഴിയിൽ അച്ഛൻ കിടന്ന് ആടണേ ഉള്ളൂ. അപ്പൊ നീ എവിടെയും പോയില്ലല്ലേ? നീ എവിടെയൊക്കെ പോയടി പാറു? നമ്മള് മാമന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ അച്ഛൻ മാമന്റെ കൂടെ വഴക്കായോണ്ട് അമ്മ പറഞ്ഞു പോകണ്ടെന്ന്. അങ്ങനെ നമ്മൾ എവിടെയും പോയി. അപ്പൊ നമ്മളാരും എങ്ങും പോയില്ലല്ലേ? അയ്യോ, ബെല്ലടിക്കാറായി ചക്കി. എല്ലാരെയും ഓണാവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കൊറേ സ്ഥലത്ത് കറങ്ങാൻ പോയി. നമ്മൾ ഇന്നലെ വൈകിട്ടാണ് വീട്ടിൽ തിരിച്ചു വന്നത്. എന്നാൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് ഈ ഓണക്കാല അവധിയിൽ നിങ്ങൾ എവിടെയെല്ലാം പോയി, എന്തെല്ലാം കണ്ടു എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തി ഒരു അവധിക്കാല അനുഭവം തയ്യാറാക്കുക. ഓ, ഇപ്പൊ എഴുതാ സാറേ. എന്റെ അവധിക്കാല അനുഭവം. ആ, പെട്ടെന്ന് എഴുതി കാണീരി. നമ്മൾ എന്തിനു എഴുതോടി? എഴുതാൻ നമ്മൾ എവിടെയും പോയില്ലല്ലോ. സാറിനോട് കള്ളവും പറഞ്ഞു പോയെന്ന്. സാറേ, ഞാൻ എഴുതി. ആ, എന്നാ എഴുതിയതുണ്ട് വായിര്. എന്റെ അവധിക്കാല അനുഭവം. ഈ ഓണത്തിന് ഞാൻ എന്റെ കൊല്ലത്തുള്ള മാമന്റെ വീട്ടിൽ പോയി.
ഇവനല്ലേടി പറഞ്ഞത് ഇവന്റെ അച്ഛന് ബോധമില്ലാത്തോണ്ട് അവ എങ്ങും പോയില്ലെന്ന്. മാമന്റെ മക്കളോടൊത്ത് അത്തമിട്ടു, സദ്യ കഴിച്ചു, പായസം കുടിച്ചു. അതിനുശേഷം അടുത്തുള്ള മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെ കുട്ടികളോടൊപ്പം ഊഞ്ഞാലാടി ഓണക്കളി കളിച്ചു. അപ്പോഴേക്കും മാമിയുടെ കുഞ്ഞമ്മ നമുക്ക് പായസം തന്നു. അതും കുടിച്ചിട്ട് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു, മീനെ പിടിച്ചു, ആമ്പൽപ്പൂ പറിച്ചു. അതിനുശേഷം മാമിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ നമ്മൾ നമ്മളുടെ വീട്ടിൽ മടങ്ങിയെത്തി. മിടുക്കൻ ഇരുന്നോ. നീ അല്ലേടാ പറഞ്ഞ നീ എങ്ങും പോയില്ലെന്ന്. എനിക്കറിയായിരുന്നു ഇത് എഴുതിപ്പിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇത് വീട്ടിനെ പഠിച്ചോണ്ട് വന്ന്. ഇനി ക്രിസ്മസ് അവധിക്കും എഴുതിപ്പിക്കും, വലിയ അവധിക്കും എഴുതിപ്പിക്കും. അപ്പൊ കള്ളാണല്ലേ. എടി ചക്കി, ഞാൻ എന്റെ തമിഴ്നാട്ടിലെ അപ്പച്ചീരെ വീട്ടിൽ പോയെന്ന് എഴുതാൻ കേട്ടോ. ഞാൻ അപ്പൊ വീഗാലാൻഡിൽ പോയെന്നോ. ഞാൻ എന്റെ ഓണം വീഗാലാൻഡിലെ ആകാശമുട്ടണ പമ്പരത്തിൽ കയറി വെള്ളത്തിൽ കളിച്ചു. വലിയ ബക്കറ്റിലെ വെള്ളം എന്റെ തലയിൽ വീണപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചു. എടി ചക്കി, നീ അമ്മക്ക് തരാതെ തിന്നണാ. എടാ എനിക്ക് പനി ആയോണ്ട് ഹോമിയോ ഡോക്ടർ എന്ന ഹോമിയോ ഗുളിയാണ്, അല്ലാതെ മുട്ടായൊന്നും അല്ല. ഹോമിയോ ഗുളിക മുട്ടായി കണക്ക് തന്നല്ലോ. അത് എല്ലാവർക്കും തിന്നാൻ നീ എടുക്കാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് തിന്നാനുള്ളത് നിങ്ങൾക്ക് കൂടെ തന്നാ തീർന്നോ, അതുകൊണ്ടാണ്. നീ ഒരെണ്ണം നീ തന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യിടും. നീ ഒരെണ്ണം തന്നില്ലെങ്കിൽ നമ്മളിനി മിണ്ടൂലേ. ഓരോന്ന് വെച്ച് തരാമേ. ഒരെണ്ണേ തരോളെ. എനിക്കും കൂടി താ ചക്കി. ഇനി തരൂലേ. എല്ലാരും ബുക്കുകൾ എടുത്തോ. പാഠം 1. സാറേ, ബെല്ലടിച്ചിട്ട് 1 മണിക്കൂറായ. അതെന്ത് 1 മണിക്കൂറാകുമ്പോ ഡുണ്ടുണ്ട് കല്യാണത്തിലല്ലോ പോണം. അല്ല സാറേ, 1 മണിക്കൂർ കഴിയുമ്പോ ഇവക്കൊരു ഗുളിക കഴിക്കണം. അത് സമയമാകുമ്പോ അവള് കഴിച്ചോളൂ. നീ അവിടെ ഇരി. ഇനി നീ മാറുന്നതിനെ കടിയാണ്. സാറ് ചുമ്മാ അറിഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് നീ ഗുളിയുണ്ട് നമുക്ക് ചക്കി, നീ എന്തൊരു അമ്മക്ക് ഒളിച്ചു വെച്ച് തിന്നണ. അമ്മ കൊടുത്താ വീണ്ടും വന്ന. എന്തേടി ചക്കി, ചക്കിന്റെ അടുത്ത് ചീടും നമ്മള്. വേണ്ട. അമ്മ കൊടുത്താ ചക്കി 1 മണിക്കൂറായി. എനിക്ക് ചക്കി 1 മണിക്കൂറായി. എനിക്കിതാ ചക്കി 1 മണിക്കൂറായി. തീർന്ന്. അയ്യോ, വെക്കം തീർന്നല്ലേ. ഓ